ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഫലവൃക്ഷങ്ങളൊക്കെ നടാനും അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങൾക്ക് വളം കൊടുക്കാനും പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോഴും. അപ്പം ഇതൊക്കെ നട്ടിട്ടുള്ളവർ എളുപ്പം തന്നെ വളമൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും മരങ്ങളും നടണമെന്നുണ്ടെങ്കിൽ എളുപ്പം നടാനായിട്ട് കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 3 ടൈപ്പ് മാവ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വാങ്ങിച്ച മാവിനെ മാത്രമല്ല കാണിക്കുന്നത്, അത് നല്ല രീതിയിൽ നല്ല വളപ്രയോഗമൊക്കെ ഇട്ട് എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് കാണാം. ഞങ്ങൾ 3 ടൈപ്പ് മാവും കൂടെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന വഴി തന്നെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, പുറത്തോട്ട് എടുത്തിട്ടില്ല. അവിടെ പറമ്പിൽ അതിനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്നതിന് നടാനായിട്ട്. അപ്പം നല്ല 3 ടൈപ്പ് നല്ല വലുപ്പമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ 3 ഇനം മാവ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഒന്നിൻ്റെ പേര് ബെങ്കനപ്പള്ളി മാങ്കോ എന്നാണ്. അപ്പോൾ അടുത്തൂടെ നമുക്ക് കാണിക്കാം. അപ്പോൾ നടാനായിട്ട് നല്ല 1.5 അടി താഴ്ചയും വിസ്താരമുള്ള ഒരു കുഴിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേര് സൂപ്പർ ക്വീൻ മാവെന്നാണ്. 500 രൂപയാണ് അതിൻ്റെ റേറ്റ്. ആദ്യം കാണിച്ചതിന് 900 രൂപ. 3 മാവും കൂടെ 1750 രൂപയാണ് വില കേട്ടോ. അടുത്ത മാവിൻ്റെ പേരാണ് പൾമർ മാങ്കോ എന്നാണ്. 450 രൂപയാണ് വില. അപ്പോൾ ഇതാണ് അതിൻ്റെ കളറ്, നല്ല ബ്രൗൺ കളറൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് നടാം. ഇതൊക്കെ ഇനി മാങ്ങ പിടിക്കുമ്പം അതിൻ്റെയൊക്കെ നമുക്ക് ഇനി പുറകാലെ കാണിക്കാം. എന്താ അപ്പം ആദ്യം അതിനകത്തോട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കൈവശം കുറച്ച് സൂപ്പർ മീലുണ്ട്, അതുതന്നെ വേപ്പിൻ പിണ്ണാക്കും ഉണ്ട്. പിന്നെ അടുത്ത് ഇടുന്ന സൂപ്പർ മീലാണ് ഒരു 2 ചിരട്ടയ്ക്കകത്ത് കൊടുന്ന സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാം. മതി. ആദ്യം നമ്മൾ കുറച്ച് വളയെ കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു 10-20 ദിവസം കഴിഞ്ഞ് അതിൻ്റെ വേരൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളിനി അടുത്ത വളം പ്രയോഗം ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പം അതിനകത്ത് ഇടാൻ പോകുന്നത് ഒരു 2 സ്പൂണോളം വാമാണ്. അപ്പോൾ അതിൻ്റെ വേരിനൊക്കെ കീടശല്യമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വാം ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളും ഇട്ട് കൊടുത്ത്. അപ്പം വേപ്പിൻ പിണ്ണാക്കാണ് ഇനി ഇടുന്നത്. നല്ല ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വേപ്പിൻ പിണ്ണാക്കും എല്ലാം ചേർന്നതാണ്. എങ്കിൽ തന്നെ നമ്മൾ സ്വല്പം കൂടെ വേപ്പിൻ പിണ്ണാക്കിനകത്തോട്ട് ഇടുകയാണ്. അപ്പം നമ്മളിട്ട് വളം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തൂമ്പ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോഴേ നമ്മുടെ മാവും തൈ ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കുഴിയിലോട്ട് ഇറക്കി വെച്ചിരിക്കുക. കറക്റ്റൊക്കെ. ഇനി നമ്മൾ ആ വളമിട്ട മണ്ണെല്ലാം അതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ അടുപ്പിക്കുക. ചവിട്ടി ഉറപ്പിക്കണ്ടേ? അപ്പം നമ്മൾ ആ ബഡ് ചെയ്തേക്കുന്ന ഭാഗത്ത് അതിന് മുകളിലോട്ട് യാതൊരു കാരണവശാലും മണ്ണ് പോകാൻ പാടില്ല. ഇനി ആ മണ്ണിന് നല്ലതുപോലെ ചുറ്റിനും നല്ല ലെവലാക്കി അങ്ങോട്ട് ഇടുക. ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് നിർത്തുന്നത് നല്ലതാണ്. ഇനി അടുത്ത 2ാമത്തെ മാവ് നടാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ. അപ്പം യാതൊരു കാരണവശാലും പച്ചച്ചാണകം ഒന്നും ഇട്ട് കൊടുക്കരുതെന്നാണ്. ഉണക്കച്ചാണകം അല്ലെങ്കിൽ പിന്നെ സമ്പുഷ്ടീകരിച്ച കോഴിവളം, ആട്ടിൻകാഷ്ടം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അപ്പം നമ്മുടെ 3ാമത്തെ മാവിനെയും നടുകയാണ്. അപ്പോൾ അതിൻ്റെ മണ്ണ് സ്വല്പം ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം വെക്കുന്നതായിരിക്കും നല്ലത്. ചില മണ്ണുണ്ടല്ലോ പാറക്കല്ല് പോലെ ഉറച്ച് അല്ലെ സിമെൻറ്റ് പോലെ അങ്ങ് ഇരിക്കും. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് മണ്ണ് നീക്കിയിടാം. ഉണ്ടല്ലോ, ഞാൻ ഈ ഫ്രൂട്ട്സ് മരങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴെല്ലാവരും ചോദിക്കാറുണ്ട്, മിനി ഇവിടെ ഫ്രൂട്ട്സ് മരങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾക്ക് ഫ്രൂട്ട്സ് മരങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പം നമ്മൾ പച്ചക്കറികളുടെ വിത്തുകൾ അതേപോലെ ഗ്രോ ബാഗ് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ കൂടാതെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ളതായ കോംബോ വിത്തുകൾ, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് നല്ല പൂക്കളുടെ നമ്മുടെ ബന്ദി വിത്തുകളും അതേപോലെ സൂര്യകാന്തി അങ്ങനെയുള്ളതായ കുറേ പൂക്കളുടെ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ വാങ്ങിക്കാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്.
അപ്പം നമ്മുടെ ഇന്ന് ചെടികളുടെ വിത്തുകളൊക്കെ വാങ്ങിക്കുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പം അത് ആഴത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരുപാട് മണ്ണിട്ട് നടാതെ സ്വല്പം മണ്ണ് അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് വിതറിയിട്ടിരുന്നാൽ മാത്രം മതി. അന്ന് ഞാൻ കാണിച്ചു തരാമല്ലോ, വിത്തുകൾ നടുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എന്താണ് ബന്ധിച്ചെടികൾ. അപ്പം അതിനകത്ത് നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ മണ്ണും മാത്രം മിക്സ് ചെയ്തിട്ട് നടുക. എന്നിട്ട് അതിനകത്ത് അതിൻ്റെ മുകളിലോട്ട് സ്വല്പം മണ്ണ് മാത്രം ഇടുക. അതുപോലെ സൂര്യകാന്തി നമ്മൾ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം രാവിലെ നടാനായിട്ട് ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർക്കുക, എന്നിട്ട് നടാനായിട്ട് ശ്രമിക്കുക. മാവൊക്കെ നടുന്ന രീതിയൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം മാവെന്ന് മാത്രമല്ല, നമ്മൾ ഏത് ഫ്രൂട്ട്സ് മരങ്ങൾ നടുമ്പോഴും ഉണ്ടല്ലോ നല്ല രീതിയിൽ നടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് മരങ്ങൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നഴ്സറികളിൽ ചെന്നാലും നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ ഇങ്ങനെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കൊണ്ടുവരാൻ നല്ലതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാറുണ്ട്. പക്ഷേ എങ്കിൽ അത് ചിലപ്പോൾ അത് നല്ല പുളിപ്പനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ചെടികൾ നമ്മൾ വാങ്ങിച്ച് നടാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കാം. ഇപ്പം ഈ മാവിൻ്റെ നട്ട രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ നട്ട മാവൊക്കെ ആണെങ്കിൽ ഒരു ട്രിപ്പ് മാങ്ങ ഞാൻ പറിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ പൂത്ത് കായ് ഒക്കെ പിടിച്ചു ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം മഴ പരുവാണ്. അപ്പോൾ എത്രത്തോളം ഇതൊക്കെ നന്നായി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കാറ്റും മഴയൊക്കെ വരുമ്പം കുറേയൊക്കെ കൊഴിഞ്ഞും പഴുത്തും ഒക്കെ പോകാറുണ്ട്. എന്നാലും ഇതെല്ലാം പൂത്തും ഇങ്ങനെ കായൊക്കെ പിടിച്ചു കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് ഞാൻ അച്ചാറൊക്കെ ഇട്ട് കേട്ടോ. ഒരു 5-6 എണ്ണം മഴയത്ത് പരലായി പോകണ്ടെന്ന് കരുതിയിട്ട് പറിച്ച് ഞാൻ അച്ചാറിടുകയും ചെയ്തു. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളതായ ടിപ്സുകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം മാവ് നടുന്നത്, അതേപോലെ തന്നെ മാവിൻ്റെ കൊമ്പുണക്കം, അതുപോലെ മാവിൻ്റെ തളിരില കൊഴിയൽ, ഇതെല്ലാത്തിനെയും കുറിച്ചുള്ളതായ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.